1981 ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന പേരിൽ ജനാധിപത്യം, സമത്വം, സ്ത്രീ വിമോചനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് രാജ്യത്ത് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 44 വർഷക്കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒട്ടേറെ നിയമനിർമ്മാണങ്ങളിലടക്കം അത് യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കലിൽ അത്തരം നിയമനിർമ്മാണം രാജ്യത്ത് അനിവാര്യമാണെന്ന നിലയിൽ ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സംഘടനയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കേരളത്തിൽ ഞങ്ങൾക്ക് 30,000-ലധികം വരുന്ന യൂണിറ്റുകളും 2,500-ലധികം വരുന്ന മേഖലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ഏറ്റവും നന്നായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ മുതൽ യൂണിറ്റ് സമ്മേളനവും വില്ലേജ് സമ്മേളനവും ഏരിയ സമ്മേളനവും പൂർത്തീകരിച്ചിട്ടാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ കടന്നത്. ഇന്നുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളാകെ പൂർത്തിയാവും. തുടർന്ന് 13, 14, 15 സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ ദേശീയ സെക്രട്ടറി സഖാവ് മറിയം ധാവളയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ദേശീയ പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ, ദേശീയ വൈസ് പ്രസിഡന്റ് വാസുകി, ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശൈല ടീച്ചർ അടക്കമുള്ള നേതാക്കന്മാർ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ പരിമിതമായ സമയത്തിനുള്ളിലാണ് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളാകെ തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. സഖാവ് വി ജോയി MLA ചെയർമാനും ഡോക്ടർ TN സീമ കൺവീനറുമായിട്ടുള്ള സ്വാഗത സംഘമാണ് സമ്മേളനത്തിൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹിളാ അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ്. പിന്തിരിപ്പൻ ആശയങ്ങൾ സ്ത്രീകളിലേക്ക് കടത്തി വളരെ ഇന്ന് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് പിന്നിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള നല്ല ക്യാമ്പയിൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും സ്ത്രീകൾക്കും സമൂഹത്തിനുമാകെ മെച്ചമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെയാണ് ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, തുടർന്ന് മുന്നോട്ട് പോകുന്നതും. 3 വർഷക്കാലത്തെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന ഞങ്ങളുടെ സമ്മേളനത്തിലുണ്ടാവും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പുതിയ കമ്മിറ്റിയുമൊക്കെ ഞങ്ങളുടെ സമ്മേളനം തിരഞ്ഞെടുക്കും. വളരെ വിപുലമായ ഒരു പ്രവർത്തനം നടത്താനുള്ള ഒരു സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാരണം ഈ സമ്മേളനം നീട്ടിവെക്കേണ്ടതായി വന്നിരുന്നു. ഇപ്പോൾ ദേശീയ സമ്മേളനം ഈ മാസം തന്നെ നടക്കുന്നത് കൊണ്ട് ഒരു ബിസിനസ് സമ്മേളനം എന്ന നിലയിലാണ് ചെയ്യുന്നത്. സംഘടനാപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തു പോകുന്നത്. പൊതുയോഗം ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം, 3 വർഷം മുമ്പ് ദേശീയ സമ്മേളനം ഇതേ നഗരത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. അന്ന് എല്ലാ നിലയിലുമുള്ള ഒരു പിന്തുണ സമ്മേളനത്തിൽ വന്ന വിവിധ പ്രതിനിധികളെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് അടക്കം ഒരുപാട് മാധ്യമ ശ്രദ്ധ ഞങ്ങൾക്ക് നൽകുന്നതിന് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തിരുന്നു. മഹിളാ അസോസിയേഷൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവിടെ സുജാത സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ നടത്തി വരികയാണ്. അപ്പോൾ ആ നിലയിൽ ഈ സമ്മേളനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 ദിവസം 700 പ്രതിനിധികളാണ് 14 ജില്ലകളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നത്. എല്ലാ പ്രദേശങ്ങളെയും എല്ലാ വിവിധ വിഭാഗം സ്ത്രീകളെയും പ്രതിനിധിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള പ്രതിനിധികൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ട്രാൻസ്ജെൻഡർ സഖാക്കൾ നമുക്ക് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരുവനന്തപുരത്തും മലപ്പുറത്തും വന്നിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളെ സംഘടനയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നൊരു വേദിയാണ് വരാൻ പോകുന്ന സമ്മേളനം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ മഹിളാ അസോസിയേഷന് നിങ്ങളെപ്പോഴും തരുന്നത് പോലെ തന്നെ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്.
കഴിഞ്ഞ 3 വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയും തുടർന്ന് അടുത്ത നാളുകളിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള പുതിയ കമ്മിറ്റിക്കെല്ലാം രൂപം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം അവസാനിക്കുന്നത്. ഇവിടെ ശിവ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയ പിന്തുണയുണ്ട്. ഞങ്ങളുടെ പല സംസ്ഥാനങ്ങളിലും വന്ന ഞങ്ങളുടെ പ്രവർത്തകരെ അഡ്രസ്സ് ചെയ്യുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ നടന്ന ഈ സമ്മേളനത്തിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും മാധ്യമങ്ങളെ സഹായം ഞങ്ങളുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സൂസൻ കോടി മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എൻ ജി മീനാംബിക മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാൻ TN സീമ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. ശ്രീജ ഷൈജിദേവ് ജില്ലാ സെക്രട്ടറി. ശകുന്തള ജില്ലാ പ്രസിഡന്റ്.